ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി തമിഴ്നാട്ടിലെ വാർത്തകൾ കേൾക്കാം. വിജയ് എന്നിട്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാര്യത്തിലോട്ട് വരാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. രാവിലെ തൊട്ട് കേരളം തമിഴ്നാട് ഈ രീതിയിലാണ് ഞാൻ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആര് മുഖ്യമന്ത്രിയാവും, ഇവിടെ ആര് മുഖ്യമന്ത്രിയാവും, അവിടെ വിജയ്ക്ക് 18 തികഞ്ഞു, ഇവിടെ 3-ൽ ആര് എന്നുള്ള ചോദ്യമാണ് ഇങ്ങനെ നിൽക്കുന്നത്. രാവിലെ തന്നെ വന്ന വാർത്ത ഞാൻ ആദ്യം കാണുന്നത് ADMK ഇവിടെ സഖ്യത്തിന് ഒരുങ്ങുന്നു. അങ്ങനെയുള്ള കുറെ അശരീരികളാണ് ആദ്യം കേൾക്കുന്നത്. എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവും, വിജയ് അടിച്ച് വെളിയിൽ കളയും. ഈ ഒരു വാർത്തയാണ് ആദ്യം കേൾക്കുന്നത്. പക്ഷെ ഇതിനെ എതിർത്തുകൊണ്ട് DMK നേതാവ് TK ഇളങ്കോവൻ പുള്ളി പറഞ്ഞത് ഈ രണ്ട് പാർട്ടികളും ആജന്മ ശത്രുക്കളാണ്, ഒരിക്കലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ DMKയുടെ MP ആയിട്ടുള്ള കനിമൊഴി പുള്ളിക്കാരത്തെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. TVK സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇവിടെ ഒരു ഹയർ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടി ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ജനവികാരത്തെ മാനിക്കണം, ജനങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞ് ഗവർണർ വിജയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിളിക്കാത്തതിനകത്ത് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്നും കനിമൊഴി പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു വാർത്തയും വരുന്നുണ്ട്. TVKയുടെ 108 MLA മാരും കൂട്ടരാജി വെക്കാൻ പോവുകയാണെന്നുള്ളത്. ഇതൊക്കെ ആര് പടത്ത് വിടുന്നതാണോ അറിയത്തില്ല, പക്ഷെ വാർത്ത വരുന്നുണ്ട്. എന്താണെങ്കിലും ഇനി ഒരു റീ ഇലക്ഷന് തമിഴ്നാട് പോവില്ല, അതിന് ബാക്കിയുള്ളവർ സമ്മതിക്കൂല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു റീ ഇലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ADMK ആണെങ്കിലും DMK ആണെങ്കിലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ഒരു വോട്ട്, ഈ ഒരു സീറ്റ് പോലും ഇനി കിട്ടില്ല. വിജയ് അണ്ടലോടെ തൂക്കും. ഇപ്പൊ 108 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 180 സീറ്റെങ്കിലും വിജയ് ഇനി ഒരു ഇലക്ഷൻ മുതൽ തൂക്കും. കാര്യം അത്തരത്തിലുള്ള വികാരം തമിഴ്നാട്ടിൽ പൊട്ടിയിട്ടുണ്ട്. ഒരു വിജയ് സുനാമിയാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വികാരം പൊട്ടിയിരിക്കുകയാണ്. വിജയെ ജയിപ്പിച്ച് വിജയെ കൊണ്ട് മന്ത്രിസഭ ഏടിപ്പിക്കും എന്നുള്ള രീതിയിൽ തമിഴ് ജനങ്ങളെ കട്ടായം പിടിച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നാറിയ കളികളിലൂടെ വരുന്നത് ADMK DMK. ഇത്രയും നാള് കണ്ണി കണ്ട് കഴിഞ്ഞാൽ തീട്ടമാരി എറിയുന്ന രീതിയിലുള്ള രണ്ട് പാർട്ടികൾ ചക്കര അടയും പോലെ ആകാൻ പോകുന്ന വാർത്തയൊക്കെ വരുമ്പോഴത്തേക്ക് പൊട്ടൂലടേ. നാറിയ പരിപാടിയല്ലേ, ഇതിനേക്കാളും നാറിയ പൊളിറ്റിക്സ് അറിയില്ല. എന്താണെങ്കിലും ഫൈനലി വിജയ്ക്ക് ഒരു നല്ല വാർത്തയാണ് ഇപ്പൊ പുറത്തോട്ട് വന്നിരിക്കുന്നത്. CPI ആൻഡ് CPM ഇവരുടെ പിന്തുണ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. TVK പിന്തുണയ്ക്കും എന്നുള്ള രീതിയിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയുടെ ഒരു പ്രസ് മീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. Three political parties together, CPI, VCK and CPIM together, we have 6 members in the assembly. That is more than enough for the single largest party to prove that enough numbers are there for TVK to form the government. പുള്ളി പറഞ്ഞത് CPI, CPM ആൻഡ് VCK ഇവർക്ക് 3 പേർക്കും 2 MLA വീതമാണ് ഉള്ളത്. എന്ന് വെച്ചാൽ 6 MLA. നിലവിൽ ഇപ്പൊ TVKക്ക് 12, 112, ഈ 6 MLA ആവുമ്പോഴത്തേക്ക് 118. ഇവര് ഇനഫ് ആണ് TVKക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ എന്നാണ് MA ബേബി പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ഓൾറെഡി അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു TVK സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. CPI, ഞാൻ നിൽക്കുന്ന CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. ഇപ്പോൾ CTR നിർമ്മൽ കുമാറിന്റെ കാറ് കാണാം. TVKയുടെ നേതാവ് CTR നിർമ്മൽ കുമാർ 10 മിനിറ്റ് മുമ്പാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് CPI നേതാക്കൾ പിന്തുണക്കത്ത് നൽകി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അങ്ങനെ CPIയുടെ പിന്തുണ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്തുണക്കത്ത് നൽകി എന്നുള്ളതാണ്. ഇനി ഒരു പരസ്യ പ്രഖ്യാപനവും കൂടെ വന്നാൽ മതി. അപ്പൊ CPI ആൻഡ് CPM 4 ഉറപ്പിച്ചു. ഇനി VCKയുടെ ഒപ്പീനിയൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് അവർ തീരുമാനം എടുക്കുമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പാർട്ടിയും ഒരുപോലെ തീരുമാനിക്കത്തുള്ളൂ. പക്ഷെ എന്നാൽ ഈ VCKയുടെ ചില നേതാക്കൾ ഇതിനകത്ത് വിജയിയെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. എന്നാൽ VCKയിൽ കടുത്ത ഭിന്നത കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രകടമായിരുന്നു. VCKയുടെ ജനറൽ സെക്രട്ടറി തന്നെ തിരുമാവളവൻ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. വിജയ്ക്ക് അഹങ്കാരമാണ് എന്ന നിലയിൽ വരെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഭിന്നത പരിഹരിക്കാൻ ഒരുപക്ഷെ കഴിയുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖർഗെയും തിരുമാവളവനുമായി നേരിട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. VCKയുടെ നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ TVK എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് കോൺഗ്രസിനും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിന്റെ കുണ്ടിക്ക് കുത്തിയിട്ടാണ് അപ്പുറത്ത് പോയി സപ്പോർട്ട് കൊടുത്തത്. ഇനി അവിടെ പോയിട്ട് വിജയ് ഭരിക്കാതെ വന്നു കഴിഞ്ഞാൽ നാണം കെട്ട് നാറും. അതും പോരാഞ്ഞിട്ട് ഇതുവരെ ഒരു മന്ത്രി കോൺഗ്രസിന്റെ വന്നിട്ടില്ല. അപ്പം വിജയ് എങ്ങാണോ 1-2 പേരെ മന്ത്രി എങ്ങാണോ നോക്കുകയാണെങ്കിൽ അതും ബോണസാ. അപ്പം കോൺഗ്രസിന് ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിടികിട്ടിയോ? സ്റ്റാലിൻ ഇവരെയൊക്കെ നല്ല രീതിയിലാണ് കോൺഗ്രസിനെ അവിടെങ്ങും അടുപ്പിക്കാത്ത സമയത്ത് കോൺഗ്രസിന്റെ കൂടെ നിന്ന് കോൺഗ്രസിനെ പിടിച്ച് മടിയിലിരുത്തി അവരെ ഇലക്ഷന് വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് സ്റ്റാലിൻ. എന്നിട്ട് സ്റ്റാലിന്റെ അടുത്ത് ഈ രീതിയിൽ ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അതിന്റെ ഭയങ്കര അമർഷം DMKക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ DMKയുടെ നേതാവും MP ആയിട്ടുള്ള കനിമൊഴി
ലോക്സഭാ സ്പീക്കർക്ക് ലെറ്റർ അയച്ചേക്കാണ് DMKയുടെ MP-മാർക്ക് സെപ്പറേറ്റ് സീറ്റ് വേണം, ഇനി ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടി ഇരിക്കൂലെന്ന്. വിച്ച് മീൻസ് ഇന്ത്യ സഖ്യം പിളർന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റം ദേശീയ തലത്തിലെ പ്രതിപക്ഷ നിരയിൽ തന്നെ വലിയ പൊട്ടിത്തെറിയായി മാറുകയാണ്. ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ DMK നേതാവ് കനിമൊഴി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഈ കത്തിൽ ആവശ്യപ്പെടുന്നത് കോൺഗ്രസുമായി ഉള്ള സഖ്യം തങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ലോക്സഭയിൽ കോൺഗ്രസിനൊപ്പം ഇരിക്കാനാകില്ല. അതുകൊണ്ട് DMK പാർലമെന്ററി പാർട്ടിക്ക് മറ്റൊരു ഇരിപ്പിടം നൽകണം. കോൺഗ്രസിനൊപ്പം യാതൊരു സഖ്യവുമില്ല എന്ന് സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ DMK കത്ത് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിനൊപ്പമില്ല, പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനൊപ്പമില്ല എന്ന് സ്പീക്കറെ ഔദ്യോഗികമായി DMK നേതാവ് കനിമൊഴി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതായാലും തമിഴ്നാട്ടിൽ TVKയെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന AICCയുടെ യോഗം ഒരു നിലപാടെടുക്കുകയും ആ നിലപാട് തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തെ അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസുമായുള്ള വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട സഖ്യം ഇപ്പോൾ DMK ഉപേക്ഷിക്കുന്നത്. മാത്രമല്ല അത് സ്പീക്കറെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇനി കോൺഗ്രസിനൊപ്പം ഇല്ല എന്ന് DMK പ്രഖ്യാപിക്കുകയാണ്. വലിയ രാഷ്ട്രീയ നിലപാടാണ് ഈ വിഷയത്തിൽ DMK സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികം, ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാര്യം കോൺഗ്രസ് കാണിച്ച ചെറ്റത്തരവാടി. വിജയിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ പോലും ഒരുത്തന്റെ പുറകെ നിന്ന് കട്ടപ്പാര വെച്ചിട്ട് കട്ടപ്പാക്കുത്ത് കുത്തിയിട്ട് അപ്പുറത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ തെമ്മാടിത്തരം തന്നെ. അത് വേറെ കാര്യം, അതിനകത്ത് വേറെ സംഭവമൊന്നുമില്ല. പിന്നെ പൊളിറ്റിക്സ് ആണ്, നാറിയ കളികൾ ഇതും അല്ലെങ്കിൽ അപ്പുറം കളിക്കും. ഇപ്പൊ കേരളത്തിൽ കിടക്കുന്ന കൂട്ട് അത് പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതുപോലുള്ള നാറിയ കളികളെ പറയുന്ന പേരാണല്ലോ പൊളിറ്റിക്സ്. ഇതൊക്കെ സ്വാഭാവികം. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. ആൻഡ് ഫൈനലി വിജയ് സർക്കാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. 118 MLA തികഞ്ഞൊപ്പിച്ച്. അപ്പൊ ഉടനെ തന്നെ CM വിജയ് ഉടനെ സ്ഥാനമേൽക്കുന്നതായിരിക്കും ഗൈസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്വസ്ഥതയും സമാധാനവും കാണത്തില്ല കേട്ടാ. കാണത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണൂല. ഒരു സീറ്റിന്റെ ബലത്തിലാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ DMKയും ADMKയും ഏതെങ്കിലും രീതിയിൽ വിജയോട് അവൻ ഇന്നലെ വന്നവൻ കേറിയിട്ട് നരങ്ങണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവന്മാര് അവിടുന്ന് ഒരുത്തന്നെ അങ്ങ് ചൂണ്ടും. ചിലപ്പോൾ ഇങ്ങോട്ടങ്ങനെ ചൂണ്ടിയിട്ട് അടിച്ച് താഴിട്ട് കഴിഞ്ഞാൽ തീർന്നു. ഒരു എന്തെങ്കിലും പാസ് ആക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ മുൾമുനയിൽ നിന്നിട്ട് പാസ്സാക്കേണ്ടി വരും. വിജയെ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ ഇവന്മാര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കൊണ്ടുവന്നാലും ചിലപ്പോൾ ആ തുടക്കം വെക്കും. ആ രീതിയിലോട്ട് പോകും. വിജയുടെ പാർട്ടിക്കാരാണെങ്കിൽ വിജയ് പറയുന്നതിന്റെ അപ്പുറമേ നിൽക്കത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ആളുകൾ അവർക്കൂടെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തീരുമാനം എടുക്കാൻ വിജയെ സമ്മതിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ചിലപ്പോൾ മന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടും, അന്നരവും അടിയടക്കും. ഈ മുൾമുനയിൽ നിന്ന സമയത്ത് ഞങ്ങളല്ലേ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്തത്, അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള സംഭവം വേണ്ടറ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവന്മാരെ എല്ലാവരും ഇങ്ങനെ പാമ്പർ ചെയ്ത് നിർത്താനേ പറ്റത്തുള്ളൂ. അതാ പറഞ്ഞ ഇത് വിജയ്ക്ക് വലിയ തലവേദനയായി മാറും ഈ രീതിയിലുള്ള ഒരു സാധനം. അല്ലെങ്കിൽ അങ്ങ് റീഎലക്ഷൻ വെച്ച് പുല്ലി ആദ്യം തൊട്ട് ഇലക്ഷൻ നടത്തിട്ട് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ വിജയ് ഒറ്റയ്ക്ക് തൂക്കും. അതിനകത്ത് വേറെ ഒരു സംശയവും. അന്നേരം പിന്നെ കോൺഗ്രസിന്റെയോ BJPയുടെയോ CPMന്റെയോ ആരുടെയും സപ്പോർട്ട് വേണ്ട. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഏത് രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയം പോകുമെന്നുള്ളത്. വിജയുടെ സിനിമ പോലെ തന്നെ സംഭവബഹുലമായിരിക്കും ഗൈസ്. കൂടുതലൊന്നും പറയുന്നില്ല. വേറൊരു വീഡിയോ ഇട്ടു. അപ്പൊ ശരി.